Start recording. Yes. നമ്മൾ ലാസ്റ്റ് ഒന്ന് പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. നമ്മൾ ഡാറ്റ ടൈപ്സിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വാട്ട് ഈസ് എ ഡാറ്റ ടൈപ്പ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കൈകാര്യം ചെയ്യാൻ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്ന എന്തൊക്കെ തരം സ്റ്റോറേജ് ഏരിയാസ് ഉണ്ട്. ഇതാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കണ്ടു സിയില് ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ നോട്ട് എന്തെങ്കിലുമൊക്കെ ബുക്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. രണ്ടു തരം ഡാറ്റ ടൈപ്പുകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് പ്രൈമറി ഡാറ്റ ടൈപ്പ്, രണ്ട് സെക്കൻഡറി അഥവാ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അതിൽ പ്രൈമറി ഡാറ്റ ടൈപ്പ് ആയിട്ട് ഞാൻ 4 എണ്ണം പ്രത്യേകം പറഞ്ഞിരുന്നു. ഒന്ന് CHAR, ക്യാരക്ടർ, അതായത് 8 ബിറ്റ് ലെങ്ത് ഉള്ള സ്റ്റോറേജ് ഏരിയയാണ് ഈ ക്യാർ എന്ന് പറയുന്നത്. 8 ബിറ്റ് ലെങ്ത് ഉള്ള, 8 ബിറ്റ് എന്ന് പറയുമ്പോൾ 1 ബൈറ്റ്. ആ കമ്പ്യൂട്ടേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, 8 ബിറ്റ് 1 ബൈറ്റ്. അങ്ങനത്തെ എത്രയാണ് 1024 ബൈറ്റ് കൂടുമ്പോൾ 1 കിലോ ബൈറ്റ്, അങ്ങനെ പറഞ്ഞുള്ള കണക്കുകളെല്ലാം നിങ്ങൾക്ക് അറിയാം ഏകദേശം. അതൊക്കെ പലയിടത്തുനിന്നുമായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത്തരം ഏറ്റവും ഷോർട്ടായിട്ടുള്ള, ഏറ്റവും ചെറുതായിട്ടുള്ള സ്റ്റോറേജ് ഏരിയ, അഡ്രസ്സബിൾ ഏരിയ എന്ന് പറയും. അഡ്രസ്സബിൾ ഏരിയ എന്ന് പറയുന്നത് 1 ബൈറ്റ് ആണ്. ആ ബൈറ്റിലാണ് ഈ സി പ്രോഗ്രാമിങ്ങിന്റെ ഏറ്റവും ചെറിയ സ്റ്റോറേജ് ഉള്ളത്. അതിന് നമ്മൾ പറയുന്ന പേര്, സി പ്രോഗ്രാമിൽ അതിനെ പറയുന്ന പേര് ചാറെന്നോ കാരെന്നോ ഒക്കെ പറയാം. CHAR എന്നാണ് അത് എഴുതുന്നത്. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് നമ്മൾ പറഞ്ഞത് ഇന്റ് എന്ന് പറയുന്ന ടൈപ്പാണ്. INT എന്നുള്ള കീവേഡ് ഉപയോഗിച്ചാണ് സിയിൽ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്റിജർ എന്ന് പറഞ്ഞാൽ അത് 16 ബിറ്റ് ആണ് മിനിമം അതിന്റെ സ്റ്റോറേജ് ഏരിയ. 16 ബിറ്റ്. ഇന്റിന് ഷോർട്ട് എന്നും പറയാറുണ്ട്. അപ്പൊ അത് ചില കമ്പൈലർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കീവേഡ്സ് ആണ്. ചിലടത്തിൽ ഷോർട്ട് കാണില്ല, ഇന്റ് മാത്രമേ കാണുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്റിജർ എന്ന് പറയുന്നതാണ് അടുത്ത ഒരു നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്ന രണ്ട് തരം. ഇതാണ് ക്യാറും ഇൻറ്റും. ക്യാറ് വേറൊരു പ്രത്യേക ആവശ്യത്തിനാണ് ഉപയോഗിക്കാറ്, ഇന്റിജർ മാത്രമല്ല. അതില് ആസ്കി വാല്യൂ സ്റ്റോർ ചെയ്യേണ്ട. ആസ്കി വാല്യൂ സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാനും ക്യാറ് ഉപയോഗിക്കാം. ക്യാറുകൾ നിരത്തി വെച്ച്, ഒന്നിലധികം ക്യാരക്ടേഴ്സ് നിരത്തി വെച്ചാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്ന ഐഡിയ ഉണ്ടാകുന്നത്. സ്ട്രിങ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സിയിലില്ല. പകരം നമ്മൾ ഒരു അറേ ഓഫ് ക്യാരക്ടർ ആണ് സ്ട്രിങ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എനിവേ, അതാണ് ഏറ്റവും ലോവസ്റ്റ് ഏരിയ, അഡ്രസ്സബിൾ ആയിട്ടുള്ള ലോവസ്റ്റ് ഏരിയ, ബൈറ്റ് സ്റ്റോറേജ് എടുക്കുന്നത്. ദെൻ രണ്ടാമത് ഇന്റിജർ പഠിച്ചു. മൂന്നാമത് നമ്മൾ ഫ്ലോട്ട് എന്നൊരു വാക്കിനെ കുറിച്ച്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ കഥയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിക്കുമ്പോഴും കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പോർഷനൊക്കെ കവർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും ഞാൻ ഒരു അവയർനെസ്സിന് വേണ്ടി പറയാം. നമ്മൾ ഈ ഡെസിമൽ പ്ലേസ് ഇട്ട് എഴുതുന്ന എല്ലാം ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്. ഫോർ എക്സാമ്പിൾ 123.45 അല്ലെ 5.12345 അല്ലെ 3.1425 സംതിങ്, അങ്ങനെ പറഞ്ഞു കുറേ. അപ്പോൾ ഒരു ഡെസിമൽ പോയിന്റ് ഇൻവോൾവ് ആയിട്ടുള്ള ഈ എല്ലാ ടൈപ്പുകളും ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് എന്ന് പറയും. അപ്പൊ ആ ഫ്ലോട്ടിംഗ് പോയിന്റ് തന്നെ രണ്ട് കാര്യമുണ്ട്. ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഈ കമ്പ്യൂട്ടറിന്റെ മെമ്മറി ലിമിറ്റഡ് ആയതുകൊണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വലിയൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കത്തില്ല. അവന് എവിടെയെങ്കിലും ലിമിറ്റ് വേണം. അപ്പോൾ സാധാരണഗതിയിൽ സിയിൽ ഫ്ലോട്ടിംഗ് പോയിന്റിന് കൊടുക്കുന്ന ഏരിയ എന്ന് പറയുന്നത് 4 ബൈറ്റ് ആണ്. 4 ബൈറ്റ് ഉപയോഗിച്ച് ചെയ്യണം. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ബൈനറി വേയിലേക്ക്, ബൈനറി ആയിട്ട് ഡെസിമൽ പ്ലേസ് സഹിതമുള്ള ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്ത്, ആ കൺവേർട്ട് ചെയ്ത് ബൈനറി സൂക്ഷിക്കാനായിട്ട് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ്. അതിന് 32 ബിറ്റ്സ് അഥവാ 4 ബൈറ്റ് ആണ് സിയിൽ ഉള്ളത്. അപ്പൊ അതിലും കൂടുതൽ പ്രിസിഷൻ വേണ്ട, അല്ലെങ്കിൽ അതിലും കൂടുതൽ കറക്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിൽ കൊള്ളുന്നതിലും കൂടുതൽ കുറച്ചുകൂടെ വലുതായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് വേണം. അപ്പൊ അത്ര ഒരു സ്പേസ് ആണ് കുറച്ചുകൂടെ ലാർജ് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് പോയിന്റ് കമ്പ്യൂട്ടേഷന് വേണ്ടി
സെറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റ ടൈപ്പ് ആണ് ഡബിൾ എന്ന് പറയുന്നത്. DOUBLE ഡബിൾ. അപ്പൊ 4 തരം പ്രൈമറി ഡാറ്റ ടൈപ്പ് ഉണ്ട്. ചാർ, ഇന്റിജർ, ഫ്ലോട്ട്, ഡബിൾ. ഇത് കൂടാതെ ഇതിന്റെ എല്ലാം ഫങ്ഷനാലിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് ചില ക്വാളിഫയേഴ്സ് ഉപയോഗിക്കാണ്. നമ്മൾ കുറെ ക്വാളിഫയേഴ്സ് കണ്ടു. സൈൻഡ്, അൺസൈൻഡ് എന്ന് പറയുന്ന കീവേഡ് മുൻപിൽ ചേർക്കണം. ഫോർ എക്സാമ്പിൾ ഇന്റിജർ ആണെങ്കിൽ സൈൻഡ് ഇന്റ് എന്ന് പറയുമ്പോൾ 2⁻15 തൊട്ട് -2⁻15 +1 വരെയുള്ള നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാം. സൈൻഡ് ആണ്. അത് നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് സൈൻഡ് ഇന്റിജർ ഉപയോഗിക്കാം. അപ്പോൾ അതാണ് ഒരു ടൈപ്പ്. ഇനി അൺസൈൻഡ് എന്നുള്ള ക്വാളിഫയർ ഫ്രണ്ടിൽ ചേർത്താൽ അൺസൈൻഡ്, അപ്പൊ അതിൽ സൈൻ ബിറ്റിന് ഉപയോഗിക്കുന്ന ഒരു ബിറ്റും കൂടെ കൂട്ടിച്ചേർത്തിട്ട് 0 തൊട്ട് ഒരു ലാർജ് നമ്പർ വരെയുള്ള അല്ലെ ഡബിൾ ദ നമ്പർ. സൈൻഡ് എത്രയാണോ അതിന്റെ സൈൻഡ് മാക്സിമം എത്രയാണോ അതിന്റെ ഡബിൾ നമ്പേഴ്സിൽ. ഫോർ എക്സാമ്പിൾ നമുക്ക് 16 ബിറ്റ് ഇന്റിജർ ആണെങ്കിൽ 2⁻16 -1 വരെ, 0 തൊട്ട് 2⁻16 -1 വരെയുള്ള നമ്പേഴ്സ് അതിൽ സ്റ്റോർ ചെയ്യാം. അപ്പൊ അതാണ് അതിന്റെ സൈൻഡ്, അൺസൈൻഡ്. പിന്നെ ലോങ് എന്ന് പറയുന്ന LONG, ലോങ് എന്നുള്ള ക്വാളിഫയർ ആണ് ചേർക്കുന്നതെങ്കിൽ അത് ഡബിൾ ദ സ്റ്റോറേജ് സ്പേസ് ആക്കും. അതായത് ഫോർ എക്സാമ്പിൾ ലോങ്, എല്ലാത്തിനും അല്ല കേട്ടോ, ഇന്റിജർ ലോങ് എന്ന് പറയുന്നത്, ലോങ് ഇന്റ് എന്ന് പറയുന്നത് 4 ബൈറ്റ് ആണ്. സാധാരണ ഇന്റിജർ എന്ന് പറയുന്നത് 16 ബിറ്റ്സ് ആകുമ്പോൾ ലോങ് ഇന്റ് എന്ന് പറയുന്നത് 4 ബൈറ്റിൽ അഥവാ 32 ബിറ്റ്സിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ വലിയ ലാർജ് ഇന്റിജർ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് ലോങ് ഇന്റിൽ പറ്റും. അപ്പൊ ലോങ് ഇന്റ് കണ്ടു, പിന്നെ ലോങ് ഡബിൾ കണ്ടു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതാണ് ഡാറ്റ ടൈപ്പിന്റെ ഒരു. പിന്നെ ഞാൻ പറഞ്ഞു സ്ട്രക്ട്, യൂണിയൻ, എനം എന്ന് പറഞ്ഞ 3 കീവേഡുകളുണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സുകൾ ഉണ്ടാക്കാം. യൂസറിന് പ്രത്യേകമായിട്ട് ഡാറ്റ ടൈപ്പ് ഉണ്ട്. അതിന്റെ ആവശ്യം എന്താണെന്നാണ് നമ്മൾ അന്നേരം പറഞ്ഞപ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഡേറ്റ് പ്രോസസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ ആ ഡേറ്റ് സൂക്ഷിക്കാനായിട്ട് നമുക്കറിയാവുന്ന പോലെ ഇയർ, മന്ത്, ഡേ, ഈ 3 കാര്യങ്ങൾ കമ്പൈൻ ചെയ്താണ് നമ്മൾ ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ഐറ്റം എന്ന് പറയുന്നത്. ഡേറ്റ ഐറ്റം എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ഡേറ്റ ഐറ്റം എന്ന് പറയും. അങ്ങനെ, അതായത് ഒന്നിലധികം ഡാറ്റ ടൈപ്പുകളുടെ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ അതിനെ കോമ്പോസിറ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറയും. അത്തരം കോമ്പോസിറ്റ് ഡാറ്റ ടൈപ്പുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് സിയില് നിലവിൽ ഒറ്റ കീവേഡോ അല്ലെങ്കിൽ ഒരു ഡേറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ഡാറ്റ ടൈപ്പ് ഇല്ല. പകരം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പുകൾ സൃഷ്ടിക്കണം. അത്തരം ടൈപ്പുകൾ സൃഷ്ടിക്കാനായിട്ടുള്ള കീവേഡുകളാണ് സ്ട്രക്ട്, എനം, യൂണിയൻ തുടങ്ങിയ. അത് നമ്മൾ പ്രയോഗത്തിൽ, അതായത് അതിന്റെ ഡിസ്കഷൻ വരുമ്പോൾ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട സംഗതിയാണ്. അതിലേക്ക് വരുമ്പോൾ നമ്മൾ അതിലേക്ക്, ഇപ്പം നമുക്ക് ബേസിക് ആയിട്ടുള്ള പ്രൈമറി ഡാറ്റ ടൈപ്പും അതിന്റെ ഡെറിവേറ്റീവ്സും ക്വാളിഫയർ ഉപയോഗിച്ചിട്ടുള്ള ഡെറിവേറ്റീവ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രോഗ്രാമുകൾ എഴുതുന്നതെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി ഒരു ടച്ച് അതുമായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. ഇതാണ് ഡാറ്റ ടൈപ്പ്. സാധാരണഗതിയിൽ ഡാറ്റ ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺട്രോൾ സ്ട്രക്ചേഴ്സ്, അതായത് പ്രോഗ്രാമിന്റെ ലോജിക് എങ്ങനെ നിയന്ത്രിക്കണം, പ്രോഗ്രാമിന്റെ ഫ്ലോ എങ്ങനെ നിയന്ത്രിക്കണം, അത് എങ്ങനെ ഏതൊക്കെ തരത്തിലാണ് എക്സിക്യൂഷൻ നടത്തേണ്ടത്, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള റെപ്പിറ്റീഷൻ ഉണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള ബ്രാഞ്ചിങ് ഉണ്ടോ, അതോ നോർമലി ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം ആദ്യം ചെയ്യുക, തൊട്ടടുത്ത് താഴെ പറഞ്ഞിരിക്കുന്ന കാര്യം അടുത്ത പ്രാവശ്യം ചെയ്യുക, അങ്ങനെ താഴേക്ക് ചെയ്തു പോവുക. സീക്വൻസിങ് എന്ന് പറയുന്ന മോഡാണത്. സാധാരണ ഒരു പ്രോഗ്രാം, ഞാൻ നേരത്തെ പറഞ്ഞു, മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനിലാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സിയില്. ആ മെയിൻ ഫംഗ്ഷന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആദ്യം എടുക്കും, അത് റൺ ചെയ്യും, അടുത്ത എടുക്കും, അടുത്ത റൺ ചെയ്യും. ആ ക്രമത്തിന് താഴേക്ക് പോകും. ഈ ക്രമം മാറിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക കണ്ടീഷനുകൾ ഉണ്ടാകുമ്പോൾ, സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ വേറൊരു തരത്തിൽ മാറിപ്പോണം, കറക്റ്റ് ആണെങ്കിൽ വേറൊരു തരത്തിൽ പോകണം. ഇത്തരത്തിലുള്ള ചേഞ്ചസ്, എക്സിക്യൂഷനിൽ വരുത്തുന്ന ചേഞ്ചസിനെ നമ്മൾ പറയുന്ന പേരാണ് ബ്രാഞ്ചിങ്. സെലക്ഷൻ അഥവാ ബ്രാഞ്ചിങ് എന്ന് പറയുന്ന ടെക്നോളജി അതാണ്.
അപ്പൊ അങ്ങനെ ബ്രാഞ്ച് ചെയ്യണം, നമ്മൾ പറയുന്ന ലോജിക്ക് ബ്രാഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന പ്രത്യേകതരം കൺട്രോൾ സ്ട്രക്ചേഴ്സ്, അതിന് ഈഫ് എൽസ് അങ്ങനെ തുടങ്ങി കുറെ ബ്രാഞ്ചിങ് കൺട്രോൾ സ്ട്രക്ചേഴ്സ്. കൂടാതെ ഒരു പോർഷൻ തന്നെ നമുക്ക് കുറെ തവണ ആവർത്തിക്കണം, റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ലൂപ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ലൂപ്സ് മീൻസ് ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് ചെയ്യുക. അത് പല ലോജിക്കിലും പല കാര്യങ്ങളും ആണ്, നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. എന്ത് അവസരത്തിലാണ് നമ്മൾ ഇങ്ങനത്തെ ലൂപ്സ് ഉപയോഗിക്കേണ്ടത്, എങ്ങനത്തെ ഒരു അവസരത്തിലാണ് നമ്മൾ ഈഫ് ഉപയോഗിക്കേണ്ടത്, ബ്രാഞ്ചിങ് എപ്പോഴാണ് വേണ്ടത്, ഇത്തരം കാര്യങ്ങളെല്ലാമാണ് നമ്മൾ പഠിക്കാനുള്ളത്. പ്രോഗ്രാമർ എന്നുള്ള നിലയ്ക്ക് അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിനുള്ള കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആണ് രണ്ടാമത് സാധാരണ പറയാൻ. അപ്പൊ നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് എക്സാമ്പിൾ, കാരണം ഞാനത് ചെയ്തു തുടങ്ങി കാണിക്കാം. കാണിച്ചു കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. കാരണം അത് അതിന്റെ എല്ലാ ആസ്പെക്റ്റും മനസ്സിലാക്കണമെങ്കിൽ ഇതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഞാനിങ്ങനെ ഇരുന്നോണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ അത് നമുക്ക് കിട്ടത്തില്ല. പകരം നമുക്ക് അത് എങ്ങനെയാണ് അത് അതിനെക്കുറിച്ച് നമുക്കൊരു ഡിസ്കഷൻ നടത്തിയിട്ട് അത് നമുക്ക് ഒന്ന് കണ്ടിട്ട്. സോ ഞാൻ എൻ്റെ സ്ക്രീന് ഷെയർ ചെയ്യാം. ഓക്കെ, കാണുന്നുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, കാണാമല്ലോ. ഓക്കെ, നമ്മളുടെ ഞാൻ ഈ പ്രോഗ്രാംസ് എല്ലാം ഞാനിങ്ങനെ സാറിനോട് ചെയ്യുന്ന ഞാനൊരു ഡയറക്ടറി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മാറ്റിയില്ല. അല്ലെ, നമ്മൾ എക്സർസൈസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് എവിടെയാണ് കിടക്കുന്നതെന്ന് എനിക്കൊരു സംശയം. VGDC എന്ന് പറയുന്നത് we start with the notepad. ഞാൻ വേറൊരു എഡിറ്റർ ഉപയോഗിച്ചോട്ടെ, സബ്ലിം എഡിറ്റർ എന്ന് പറയും. എന്തേരം എഡിറ്റർ നിങ്ങളിപ്പം അവിടെ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന ഏത് എഡിറ്ററിലാണെന്ന് എനിക്കറിയത്തില്ല. എനിവേ നമുക്ക് ഞാനൊരു എഡിറ്റർ ഉപയോഗിക്കാം. ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ so we'll start with a problem. അപ്പം ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ സി പ്രോഗ്രാമിങ്ങിലെ ഏറ്റവും പ്രോഗ്രാമില് സാധാരണഗതിയിൽ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന കമന്റ്സ് എഴുതുന്നത് എങ്ങനെയാണ്. കമന്റ്സ് എന്ന് പറയുന്നത് പ്രോഗ്രാം കമ്പൈലർ ഉപയോഗിക്കുന്നതല്ല, പക്ഷെ അത് വായിക്കുന്ന പ്രോഗ്രാമറിന് മനസ്സിലാകാൻ വേണ്ടി, ഹ്യൂമന് മനസ്സിലാകാൻ വേണ്ടി അതിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക സിറ്റുവേഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ പ്രോബ്ലം എന്താണ്, വിശദീകരണങ്ങൾ കൊടുക്കാനാണ് കമന്റ്സ് സാധാരണ കൊടുക്കുന്നത്. കമന്റ്സ് എഴുതുന്ന രീതി, സി പ്രോഗ്രാമിൽ കമന്റ്സ് എഴുതുന്ന രീതി ഒരു പ്രത്യേകത. അപ്പൊ ഒരു ക്യാരക്ടർ /* എന്നും എനിത്തിങ്, അത് കഴിഞ്ഞിട്ട് ഒരു */ ഓർത്തോളം രണ്ട് കോമ്പിനേഷൻ ഉണ്ട്, ഒരു /*ഉം */. /*നും */നും ഇടയ്ക്ക് എന്തെഴുതിയാലും അത് കമ്പൈൽഡ് ആകില്ല, പകരം അത് ഒരു കമന്റ്സ് എന്ന് പറഞ്ഞ് അത് സ്റ്റോർ ചെയ്ത് വെക്കും. ഫയലിൽ ഉണ്ടാവും, പക്ഷെ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ അതിന്റെ എക്സിക്യൂട്ടബിളിൽ ഇതൊന്നും കാണത്തില്ല. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ എഴുതി വെക്കാം. അപ്പൊ നമുക്കൊരു ഫസ്റ്റ് ഒരു പ്രോഗ്രാം എഴുതാം. നമ്മളൊരു ഇത് പ്രോഗ്രാം 4 നമുക്ക് ഒരു സാമ്പിൾ, ഈ ഡാറ്റ ടൈപ്പുകളെല്ലാം ഒന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്ന ഒരു സാമ്പിൾ പ്രോഗ്രാം എന്ന് പറയുന്നത്, നമുക്ക് ഒരു കാര്യം എന്തെങ്കിലും ചെയ്യാവുന്ന ഒരു മീനിങ് ലെസ് ആയിട്ടുള്ള ചുമ്മാതെയുള്ള ജങ്ക് പ്രോഗ്രാം വേണ്ട, നമുക്കൊരു ആക്ച്വൽ പ്രോബ്ലം തന്നെ ഇത് എടുത്തിട്ട് ചെയ്യാം. സോ പ്രോഗ്രാം ഫോർ കൺവേർട്ടിങ് സെൽഷ്യസിന്റെ സ്പെല്ലിംഗ് എന്താ ആണോ, അറിയാവോ? സെൽഷ്യസ് ഗ്രേഡ് ടു ഫാരൻഹീറ്റ് അല്ലേ?
spelling. Okay, right. Okay, where is that program? Yes, here. Not here. Celsius. Degree Celsius. Fahrenheit. Convert. അതാണ് നമ്മൾ ഡിഗ്രി കൊടുത്താൽ ഫാരൻഹീറ്റ് കാണണം, ഫാരൻഹീറ്റ് ഡിഗ്രി കാണും. ഇത് എന്താന്ന് മനസ്സിലായി? ടെമ്പറേച്ചർ ആണ്. ദോസ് ഹു ആർ നോട്ട് ഫെമിലിയർ, നമുക്ക് ആ ഫോർമുല ഒന്ന് എടുക്കാം. അത് നമുക്ക് സെൽഷ്യസ് ടു ഫാരൻഹീറ്റ് ഫോർമുല നമ്മള് തപ്പിയാല് ദിസ് ഈസ് ദ ഫോർമുല. നമുക്ക് അത് ഒന്ന് എടുത്തു വെക്കാം. Fahrenheit is degree Celsius into 9/5 plus 32. അതാണ് Fahrenheit. ഓക്കെ, കൺവേർഷൻ ഫോർമുല ആണ്. നമുക്ക് ഇവിടെ ഒന്ന് എഴുതി വെക്കാം. This is the formula to be used. Yes. ഇതിന്റെ എക്സിക്യൂഷനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് തരാണ്. ഇതാണ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഡിഗ്രി കൊടുത്താൽ ഫാരൻഹീറ്റ് കാണാൻ പറ്റണം, ഫാരൻഹീറ്റ് കൊടുത്താൽ ഡിഗ്രി കാണാം. അതാണ് നമ്മൾ ഉദ്ദേശം. തിരിച്ച് എഴുതിയെടുത്താൽ ഇപ്പോ ചെയ്യുന്ന ഡിഗ്രി കൊടുത്തിട്ട് ഫാരൻഹീറ്റ് കാണാനായിട്ടുള്ള പ്രോഗ്രാമാണ്. ഓക്കെ, നമുക്ക് അത് തന്നെ നോക്കാം. ആദ്യം സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും എഴുതുന്ന പോലെ STDIയുടെ സ്റ്റാൻഡേർഡ് ഫങ്ഷനാലിറ്റി എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, ലൈബ്രറി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇത് എഴുതി നമുക്ക് മെയിൻ ഫംഗ്ഷൻ എഴുതാം. മെയിൻ ഫംഗ്ഷനിൽ എല്ലാ കാൽക്കുലേഷനും ചെയ്യാം. ഇനിയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ സ്റ്റെപ്പുകൾ എന്താണ്? നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ കമന്റിൽ ഒന്ന് എഴുതിയാൽ, സ്റ്റെപ്സ് ഓർ അൽഗോരിതം. ഫോർ പെർഫോമിങ് എന്താണ്? ഒന്ന്, get input from user, get a degree, temperature in Celsius, temperature in Celsius input from user. ഇതൊന്ന് എഴുതി പോകാമെങ്കിൽ നല്ലതായിരുന്നു, ഉപകാരം. ഒരു പേപ്പറിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി പോകണം. ഈ എഴുതുമ്പോൾ ഇത് വിട്ടുപോകരുത്, ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് വിട്ടുപോകരുത്. ബിക്കോസ് ഇതാണ് സി പ്രോഗ്രാമിലെ കമന്റ്സ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പൈലർ ഉപയോഗിക്കില്ല, പക്ഷെ മനുഷ്യർക്ക് മനസ്സിലാകാൻ വേണ്ടി കാര്യങ്ങൾ എഴുതി വെക്കുന്ന സ്ഥലമാണ് പ്രോഗ്രാമിൽ. അത് എന്തിനാന്ന് ചോദിച്ചാൽ വീണ്ടും എടുത്ത് നോക്കുമ്പോൾ എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. പലപ്പോഴും നമുക്ക് എഴുതിയ കാര്യങ്ങൾ പിന്നീട് നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധിക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കമന്റ്സ് ചെയ്തത്. പിന്നെ വേറെ പ്രോഗ്രാമേഴ്സ് നോക്കുമ്പോൾ അവർക്കും മനസ്സിലാകണം, അതിനു വേണ്ടിയാണ് കമന്റ്സ്. ഇപ്പൊ നമ്മൾ എടുത്തിട്ട് ടെമ്പറേച്ചർ ഇൻപുട്ട് ഫ്രം യൂസർ എടുക്കുക. ഓക്കെ, എടുത്തു. ഇനി എടുത്തിട്ട് എന്ത് ചെയ്യണം? കമ്പ്യൂട്ടേഷൻ. യൂസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ഫാരൻഹീറ്റ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഇരുന്നാവില്ല, കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം പോരല്ലോ. ഔട്ട്പുട്ട് ദി കാൽക്കുലേറ്റഡ് വാല്യൂ ടു യൂസർ. അപ്പൊ യൂസർക്ക് ഉപയോഗമായി. യൂസർ ടെമ്പറേച്ചർ സെൽഷ്യസിൽ കൊടുക്കും, ഫാരൻഹീറ്റ് എത്രയാണെന്ന് നമ്മൾ പറയും. ഇതാണ് നമ്മളുടെ ഒരു ഐഡിയ. നമ്മളൊരു പ്രോഗ്രാം എഴുതാൻ പോവാണ്. നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത അല്ലെ നമ്മൾ തിരഞ്ഞെടുത്ത പ്രോബ്ലം ഇതാണ്. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? പെട്ടെന്ന് ചെയ്യാം. നമുക്കിത് ടെമ്പറേച്ചർ ഇതൊക്കെ വേണ്ടി വരുന്നു അല്ലെ? ടെമ്പറേച്ചർ നമുക്ക് കാൽക്കുലേഷൻ വേണ്ടി വരുന്നു. ഓക്കെ, അത് നമ്മള്
പ്രോഗ്രാമിന്റെ ബിഗിനിങ്ങിൽ പറയണം, കമ്പൈലർ പറയണം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുണ്ട്. സെൽഷ്യസ് ഞാൻ യൂസറിൽ നിന്ന് എടുക്കും, അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു സ്ഥലം വേണം. നമ്മൾ പറയും സെൽഷ്യസ് എന്ന് പറയുന്ന സാധാരണഗതിയിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിട്ട്. ഇപ്പൊ അത്യാവശ്യമാണോ? എന്നാ ഇത് കൊണ്ടുപോക്കോളൂ. ഒരു മിനിറ്റ്. ശരി. അപ്പൊ നമ്മള് പറയുകയാണ് സെൽഷ്യസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു സ്ഥലം വേണം. അപ്പൊ സെൽഷ്യസ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ അല്ലെ. നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 23.5 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമുക്ക് പോയിന്റ് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരി, അപ്പൊ നമ്മൾ എന്ത് തരം ഡാറ്റ ടൈപ്പ് ഇവിടെ പറയണം? നമ്മൾ പറയാണ് ഫ്ലോട്ടിംഗ് ടൈപ്പിലുള്ള സി എന്ന് പറയുന്ന ഒരു വേരിയബിൾ തരിക, ഒരു സ്റ്റോറേജ് സ്പേസ് തരിക എന്ന് നമ്മൾ കമ്പൈലറിനോട് പറയും. കമ്പൈലറിനോട് പറയും ഒരു സിയിലെ സെമിക്കോളന്റെ പ്രാധാന്യം എന്താന്ന് ചോദിച്ചാൽ എല്ലാ സ്റ്റേറ്റ്മെന്റും എൻഡ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റും തീരുന്നിടത്ത്, ഓരോ സെന്റൻസും തീരുന്നിടത്ത് സെമിക്കോളൻ എഴുതണം. ഇത് ലാംഗ്വേജിന്റെ ഒരു നിബന്ധനയാണ്. അപ്പൊ അത് സെമിക്കോളൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അത് പഠിക്കാം, അതിനെക്കുറിച്ച് നമ്മൾ അറിയാതെ സെമിക്കോളൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നോളൂ. ഇപ്പൊ ഫ്ലോട്ട് സി എന്ന് പറയുമ്പോൾ നമുക്കത് ഇനി ഇത് തന്നെ മതിയോ? ഇത് തന്നെ മതിയോ? പോരാ, നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പൊ സി കൂടാതെ വേറെ ഒന്നും ഇൻപുട്ട് കൊടുക്കണ്ട, ബാക്കിയെല്ലാം നമ്പേഴ്സ് ആണ്, നമുക്ക് അറിയാവുന്ന നമ്പേഴ്സ് ആണ്. അത് നമ്പർ ആയിട്ട് തന്നെ കൊടുക്കാം, അത് നമുക്കറിയാം. ഓക്കെ, പിന്നെ ഈ കിട്ടുന്ന കമ്പ്യൂട്ടേഷൻ റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു സ്ഥലം വേണ്ടേ? അത് വേണം, അല്ലേ? ശരിയല്ലേ? അങ്ങനെ റിസൾട്ട് സ്റ്റോർ ചെയ്യാനൊരു സ്ഥലവും വേണമെന്ന് നമ്മൾ നേരത്തെ കമ്പൈലറിനോട് പറയാണ്. ഇപ്പോ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം എന്താണ്? ഫ്ലോട്ട് സി കോമ എഫ് എന്ന് പറഞ്ഞാൽ കമ്പൈലറിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ് രണ്ട് സ്പോട്ട് വേണം, രണ്ട് മെമ്മറി, രണ്ട് സ്ഥലങ്ങൾ വേണം. അതിന്റെ പേരിടുന്നത് ഒന്ന് സി എന്നും ഒന്ന് എഫ് എന്നും ആയിരിക്കണം. അതില് ഞാൻ കൊണ്ട് വെക്കാൻ പോകുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കമ്പൈലറിന് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഗെറ്റ് ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് ഇൻപുട്ട് ഫ്രം യൂസർ. യൂസറിൽ നിന്ന് ഇൻപുട്ട് കളക്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, യൂസറിനോട് എന്തുതരം ഇൻപുട്ടാണ് വേണ്ടെന്നൊക്കെ ഒന്ന് പറയണ്ടേ? അതിന് നമുക്ക് നേരത്തെ ആദ്യം നമ്മളെ പേരൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിച്ച തന്ത്രം തന്നെ ഉപയോഗിക്കാം. അവിടെ ഒരു പ്രിന്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്, അല്ലെ? നമ്മൾ ഉപയോഗിച്ചിരുന്നു പേരൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പ്രിന്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കൊരു കാര്യം യൂസറോട് പറയാം. പ്ലീസ് എൻ്റർ, ഒരു ഇതൊക്കെ ആയിട്ട് ഒരു പ്ലീസ് ഒക്കെ കിടന്നോട്ടെ ഫ്രണ്ടിൽ. പ്ലീസ് എൻ്റർ, എന്താണ് വേണ്ടത്? ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് സെൽഷ്യസ് സ്കെയിൽ, ടെമ്പറേച്ചർ ഇൻ സ്കെയിൽ എന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് തീർന്നുകൊണ്ട് നമ്മൾ അവിടെ ഇട്ടു. ഇനിയാണ് നമുക്ക് യൂസറിൽ നിന്ന് ഇങ്ങോട്ട് ഇൻപുട്ട് സ്വീകരിക്കണമല്ലോ, എങ്ങനെ കിട്ടും? അതിനുള്ള ഒരു ഫംഗ്ഷൻ കൂടെ ഇപ്പം നമ്മൾ പഠിക്കുകയാണ്. ഇത് പുതുതായിട്ട് പഠിക്കുന്നതാണ്. അത് നോക്കണം. സ്കാൻ എ ഫയൽ എന്നൊക്കെ ഉള്ളതിനാണ് അർത്ഥം. ഇതിന്റെ അർത്ഥമൊക്കെ നമുക്ക് പയ്യെ മനസ്സിലായി വരും. സ്കാൻ എഫ്, ഞാൻ ഇവിടെ എഴുതുന്ന എന്താണെന്ന് ഇപ്പം നിങ്ങൾ അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട, പകരം ഞാൻ പറഞ്ഞുതരാം. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ആദ്യം ഇത് എഴുതി. ഇത് ഞാനിപ്പം ചെയ്തിരിക്കുന്നത് ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. അതായത് യൂസറിൽ നിന്ന് സെൽഷ്യസ് ടെമ്പറേച്ചർ റീഡ് ചെയ്യാനായിട്ടുള്ള പാർട്ടാണ് ഞാൻ എഴുതിയെന്നങ്ങ് മനസ്സിലാക്കുക. അതെന്താണെന്നുള്ളത് നമുക്ക് പയ്യെ നോക്കാം. ഈ പെർസെന്റേജ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻഡ് സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് പയ്യെ ചെയ്യാം. ഇപ്പൊ നമ്മൾ റീഡ് ചെയ്യും. ഇനി നമ്മൾ അടുത്ത പാർട്ടിലേക്ക് കിടക്കണം, അല്ലെ? കമ്പ്യൂട്ടേഷൻ. എന്താണ് കമ്പ്യൂട്ടേഷൻ? യൂസ് ദ ഫോർമുല ഫോർ കമ്പ്യൂട്ടേഷൻ. ഫോർമുല ഈസ് എഫ് ഈസ് ഈക്വൽ ടു, എങ്ങനെ എഴുതും? സി ഇൻറ്റു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇൻറ്റു ഇട്ട പോരാ. സി ലാംഗ്വേജില് മൾട്ടിപ്ലിക്കേഷനെ സൂചിപ്പിക്കുന്ന സിമ്പൽ എന്ന് പറയുന്നത് സ്റ്റാർ ആണ്.
സ്റ്റാർ എന്ന് പറയുന്ന ക്യാരക്ടർ, അതായത് 8ന്റെ മുകളിലുള്ള 8 എന്ന് പറയുന്ന നമ്പറിന്റെ മേലിലുള്ള കീബോർഡിലെ ക്യാരക്ടറാണ് ഇവിടെ മൾട്ടിപ്ലിക്കേഷനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എഴുതിയിരിക്കുന്നത് 9/5. 9/5. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന്റെ കൂടെ ഒരു 32 കൂടെ കൂട്ടുക. ഓക്കെ, ശരിയായല്ലോ. F is equal to C star 9/5 plus 32. ഇപ്പൊ കിട്ടുന്ന എന്താണോ എഫിൽ, അതാണ് ഫാരൻ ഹീറ്റിലുള്ള. അപ്പൊ നമുക്കത് യൂസറോട് വിളിച്ചു പറയാം, അല്ലെ നമ്മുടെ കാൽക്കുലേഷൻ കഴിഞ്ഞു, യൂസറോട് വിളിച്ചു പറയാം. യൂസറോട് വിളിച്ചു പറയുമ്പോൾ നമുക്ക് അടുത്ത ലൈനിലേക്കൊക്കെ പോകാം. അടുത്ത ലൈനിലേക്ക് പോകാനായിട്ടാണ് നമ്മൾ സ്ലാഷ് ഇട്ട്. അത് നമ്മൾ കണ്ടായിരുന്നു, ഷഹാനിന്റെ ഒക്കെ പേരെഴുതിയപ്പോൾ ഏറ്റവും അൻഡിൽ കൊണ്ടുപോയി ഒരു സ്ലാഷ് ഇട്ടു. അപ്പൊ ന്യൂ ലൈൻ താഴേക്ക് പോയത് കണ്ടു. ഓക്കെ, നമ്മൾ അത് വന്നു. അടുത്ത ലൈനിൽ വന്നിട്ട് പറയാണ് ഫാർ എൻ ഹെയ്റ്റ് ഓഫ് എത്ര കാണിക്കല്ലേ? നാളെ തൊട്ടിടാം. ഇപ്പൊ രജിസ്റ്റർ ചെയ്തില്ല, ആളിനെ രജിസ്റ്റർ ചെയ്തില്ല, പേര് രജിസ്റ്റർ ചെയ്തില്ല. ഒരാള് അതിന് മുമ്പ് കയറിയിട്ടുണ്ട്. ഞാനത് ഒരു മിനിറ്റ്, ഞാനിതാ വരുന്നത്. ശരി ശരി. ഇവിടുത്തെ ശകലം പ്രശ്നങ്ങൾ, നമ്മൾ പഞ്ചിങ്. അപ്പൊ നമ്മള് ഫാരൻ ഹീറ്റ് ഓഫ് പെർസെന്റേജ് എഫ് സെൽഷ്യസ് ഈസ് അല്ല, വേണ്ട, ഇത്രയൊന്നും വേണ്ട. ഫാരൻ ഹീറ്റ് ഈസ് ഈക്വൽ ടു നോക്കട്ടെ. ഫാരൻ ഹീറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എവിടെയാണ്? എഫിലാണ്. ഓക്കെ, പ്രിന്റ് എഫിനും ഇങ്ങനെ ചില സൗകര്യങ്ങളുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓക്കെ, അത് നമ്മൾ സേവ് ചെയ്തു. തീർന്നെന്ന് തോന്നുന്നു അല്ലെ? പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പം നമ്മൾ ഇവിടുന്ന് അത് മാറ്റിയിട്ട് നമുക്ക് C2F.C ഇപ്പൊ കളറൊക്കെ നമ്മള് എന്തിൽ വന്നു? നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് നേരത്തെ നമ്മൾ നോക്കി, ആദ്യം ഇതുപോലെ ഫയലുണ്ട് C2F ഉണ്ട്. ഇപ്പൊ GCC C2F.C മൈനസ് ഔട്ട്പുട്ട് C2F.exe നമ്മൾ കണ്ടു, കമ്പയൽ ചെയ്തു. എറർ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒന്നും തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ C2F.exe ഉണ്ടായിട്ടുണ്ട്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. C2F.exe എന്റർ. പ്ലീസ് എന്റർ ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് സെൽഷ്യസിലെ എത്രയാണ്? നമുക്ക് സെൽഷ്യസ് 36 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, തെറ്റാണോ? ഫാരൻ ഹീറ്റിൽ 68 വരേണ്ടത്. എവിടെയോ ഒരു ചെറിയ പ്രശ്നമുണ്ട് അല്ലെ? കറക്റ്റ് ആണെന്ന് തോന്നുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യും, ഞാൻ ഇവിടെ ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തുകയാണ്. ചെറിയ മോഡിഫിക്കേഷൻ കോഡിൽ വരുത്തി. അതെന്താണ് എന്ന് നോക്കാം. കമ്പൈൽ ചെയ്തു, റൺ ചെയ്തു, 36 കൊടുത്തു. ഓക്കെ, നൗ 96 ഫാരൻഹീറ്റ്, 96.8. 96.8 ഏതാണ്ടാണ് ബോഡി ടെമ്പറേച്ചർ, അതായത് മനുഷ്യൻ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ഫാരൻഹീറ്റ് ആണ്. ക്ലിയർ ആണോ? മനസ്സിലായോ? പ്രോഗ്രാം എന്താണെന്നും അല്ലാതെ വർക്ക് ചെയ്തത് എന്താണെന്നൊക്കെ മനസ്സിലായോ? എന്തോ ഒരു സംഭവം ചെയ്യാൻ നമ്മൾ ഒരു പ്രോഗ്രാം എഴുതിയെന്ന് മനസ്സിലായോ? ഹലോ, റെസ്പോൺസ് ഇല്ലല്ലോ. മനസ്സിലായി. അപ്പോൾ ഷാന നോക്കിയാൽ നമുക്ക് ഇതിലൂടെ ഒന്നുകൂടെ പെട്ടെന്ന് കടന്നുപോയിട്ട് നിർത്താം. കാരണം ഇന്ന് നമുക്ക് സമയമില്ല. ഓൾമോസ്റ്റ് അവിടെ എത്തി അല്ലേ? 3:30 ഉണ്ട്, ശാലസമയം ഉണ്ട്, പറയാം.
അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ചെയ്തത്? നമ്മളുടെ ഉദ്ദേശം ഇത് ആദ്യം കമന്റ് എഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. സി പ്രോഗ്രാമിൽ കമന്റ് എഴുതുന്നത് സ്ലാഷ് സ്റ്റാറും സ്റ്റാർ സ്ലാഷിനും ഇടയ്ക്ക് എന്ത് എഴുതിയാലും അത് കമന്റ്സ് ആയിട്ട് എഴുതും. അപ്പൊ സാധാരണ പ്രോഗ്രാമിന്റെ ബിഗിനിങ്ങിൽ നമ്മൾ അതിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട്. ചിലയിടത്തൊക്കെ ഓതർ നെയിം എഴുതാറുണ്ട്. ആരാണ് ഇത് എഴുതി വെച്ചത്, ഈ പ്രോഗ്രാം എഴുതിയത് എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് വലിയ ഡെവലപ്മെന്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എഴുതിയ കോഡ് നമ്മൾ എഴുതിയാണെന്ന് അറിയാനായിട്ട് നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതി വെക്കണം. ചില ഫോർമാറ്റുകളൊക്കെ ഉണ്ട്, അതിനകത്ത് എഴുതി വെക്കണം. ഓക്കെ, അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇതാണ് കമന്റ്സ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ലോജിക് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാനൊക്കെ കമന്റ്സ് ഉപയോഗിക്കാം. കമന്റ്സ് എഴുതുന്നത് സ്ലാഷ് സ്റ്റാറും സ്റ്റാർ സ്ലാഷിനും ഇടയ്ക്ക് മൾട്ടി ലൈൻ കമന്റ്സ് എന്ന് പറയും. ഒരു ലൈൻ ഇതിപ്പോ ഇവിടെ എഴുതിയാൽ ഇവിടെ സ്റ്റാർ സ്ലാഷ് ഇട്ടാൽ ഇത് മാത്രം ഒരു കമന്റ് ആയിട്ട് മാറും. അങ്ങനെയുണ്ട്. പക്ഷെ നെസ്റ്റിംഗ് പറ്റത്തില്ല. ഒരു സ്ലാഷ് സ്റ്റാർ തുടങ്ങിയാൽ സ്റ്റാർ സ്ലാഷ് കാണുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും കമന്റ് ആയി മാറും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ചെയ്ത് ഇത് നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് ലൈബ്രറി താഴെ ഉപയോഗിക്കുന്നുണ്ടെന്ന് കമ്പൈലറിന് ഒരു ഡയറക്ഷൻ കൊടുത്തു. ഇത് പ്രീ പ്രോസസ് ഡയറക്റ്റീവ് ആണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതി. മെയിൻ ഫംഗ്ഷന്റെ സിഗ്നേച്ചർ ഇങ്ങനെയല്ല, കുറെ കൂടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ മാത്രം ഓർത്താം. ഓക്കെ, അവിടെ നമ്മൾ ഇപ്പൊ ഡാറ്റ ടൈപ്പ് ആയിട്ട് പഠിച്ച കാര്യം, ഡാറ്റ ടൈപ്പ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് മനസ്സിലായി. എന്താണ് ഇവിടെ നമ്മൾ ചെയ്തത്? നമുക്ക് പ്രോഗ്രാമിൽ രണ്ട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം വേണമായിരുന്നു. ഒന്ന്, യൂസർ കൊടുക്കുന്ന ഇൻപുട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു സ്ഥലം വേണമായിരുന്നു. അപ്പൊ അത് കമ്പൈലറിനോട് നമ്മൾ പറയുന്ന രീതിയാണ് ഇങ്ങനെ. നമ്മൾ പറയുകയാണ് രണ്ട് സ്റ്റോറേജ് സ്പേസ് വേണം. ഒന്ന് സി എന്നും ഒന്നിന് എഫ് എന്നും പേര് വേണം. കൂടാതെ അതിനകത്ത് ഞങ്ങൾ സ്റ്റോർ ചെയ്യാൻ പോകുന്ന കാര്യം ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്. ഇതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഫ്ലോട്ട് സി കോമ എഫ് സെമിക്കോളൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ കമ്പൈലറിനോട് പറയുകയാണ് റിസർവ് 2 സ്പേസസ് ഫോർ സി ആൻഡ് എഫ് വിത്ത് നെയിം സി ആൻഡ് എഫ്. അതിന്റെ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്ന ഫ്ലോട്ട് ആയിരിക്കും. അതായത് അതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിരിക്കും എന്ന് അതിനോട് നേരിട്ട് പറഞ്ഞു. അപ്പൊ ഇത് പ്രോഗ്രാം തുടങ്ങുന്നതിന് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെയാണ്. പക്ഷെ അതിനു മുമ്പേ കമ്പൈലർ മനസ്സിലാകും മെമ്മറിയിൽ എവിടെയെങ്കിലും ഒക്കെ ഇതിനു വേണ്ടിയുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കണം. അത് ഉണ്ടാക്കി കൊടുത്തേച്ച് അതുണ്ടാക്കി അതിന് ലേബലും ഇട്ടേച്ച് കമ്പൈലർ ഇതിലേക്ക്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഈ സ്ട്രിങ് പറയും. ഇപ്പൊ പ്രിന്റ് എഫിന്റെ നമ്മൾ കണ്ടു, എന്തെങ്കിലും ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയാണ് പ്രിന്റ് എഫ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. അപ്പൊ നമ്മൾ അവിടെ ഡബിൾ കോട്ട്സിൽ സ്ട്രിങ്ങിൽ പറയുകയാണ് സെൽഷ്യസ് എൻ്റർ ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്കാൻഎഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇത് ഇത് ആദ്യം ഇന്നാണ് പഠിക്കുന്നത്. സ്കാൻഎഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ റീഡ് ചെയ്യാനായതുകൊണ്ടാണ് ഇവിടെ ഞാൻ എഫ് എന്ന് കൊടുത്തത്. ഡബിൾ നമ്പർ ആയിരുന്നെങ്കിൽ ഇവിടെ ഡി കൊടുത്താൽ വരത്തില്ല, കാരണം ഡി എന്ന് പറയുന്ന ഇൻഡിജറിനെ സൂചിപ്പിക്കുന്നതാണ്. ഡബിൾ നമ്പർ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ജി എന്ന് കൊടുക്കേണ്ടി വരും. ഓക്കെ, അത് നമുക്ക് കുറെ ഫോർമാറ്റിംഗ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം ഫ്ലോന്ന് വേണ്ടി. ഇപ്പൊ സ്കാൻഎഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യും? കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തിട്ട് എവിടെ വെക്കും? കിട്ടിയ വാല്യൂ അതൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് ആക്കി മാറ്റി അത് സിയിൽ സ്റ്റോർ ചെയ്യുക. സിയിൽ സ്റ്റോർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ സ്കാൻഎഫിനോട് ഒരു കാര്യമുണ്ട്. സ്കാൻഎഫിന് സി എന്ന് പറയുന്ന പേര് മനസ്സിലാകുകയില്ല. പകരം സി എന്ന് പറയുന്ന ഏരിയയ്ക്ക് വേണ്ടി കമ്പൈലർ എവിടെയാണോ മെമ്മറിയിൽ സ്പേസ് കണ്ടെത്തിയത് ആ സ്പേസിന്റെ അഡ്രസ്, മെമ്മറി അഡ്രസ്, ആ മെമ്മറി അഡ്രസ് കിട്ടാൻ വേണ്ടിയാണ് ആൻഡ് ഉപയോഗിച്ചത്. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു വേരിയബിൾ ഉണ്ട്, അല്ലെ ഒരു ഇതിന് വേരിയബിൾ എന്നാ പറയാം. അപ്പോൾ ഒരു വേരിയബിൾ ഉണ്ട് അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അതിന്റെ അഡ്രസ് കിട്ടണമെങ്കിൽ ആ വേരിയബിളിന്റെ പേരിന്റെ മുമ്പിൽ ഒരു ആൻഡ് ചേർത്താൽ മതി. ഒരു ആൻഡ് ചേർക്കുമ്പോൾ ആ വേരിയബിളിന്റെ അഡ്രസ് നമുക്ക്, അങ്ങനെയുള്ള അഡ്രസ് ആണ് സ്കാൻഎഫിലേക്ക് പാസ് ചെയ്യേണ്ടത്. അവിടെ കൊണ്ട് വെക്കാനാണ് പറയുന്നത്. അതായത് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്ത് ഈ സിക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന സ്പേസിൽ കൊണ്ടുപോയി ആ വാല്യൂ വെക്കുക. ഓക്കെ, ഇനി ഇതെന്താണ് ചെയ്യുന്നത്? വളരെ സിമ്പിളാണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസൈൻമെന്റ്. അപ്പൊ ഇതിന്റെ ഈക്വൽ ടുവിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ആദ്യം കൈകാര്യം ചെയ്യും. ഇത് കമ്പ്യൂട്ട് ചെയ്യും. ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഇക്വേഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണോ അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എഫിൽ സ്റ്റോർ ചെയ്യും. അത്രയും കാര്യങ്ങൾ മൊത്തം എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ ഒറ്റ ഈക്വൽ ടുവിൽ.
ഒരു ഈക്വൽ ടു എഴുതിയുള്ള എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കാര്യങ്ങൾ ചെയ്ത് അതിന്റെ റിസൾട്ട് എന്താണോ അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡില് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. ഇതാണ് അതിന്റെ പണി. അപ്പൊ ഇതാണ് ഈക്വൽ ടു ചെയ്യുന്നത്. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയും. ഇത് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അസൈൻമെന്റ് ഓപ്പറേറ്റർ ചെയ്യുന്നത് അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എക്സ്പ്രഷൻ കാൽക്കുലേറ്റ് ചെയ്യും. എന്ത് വേണില്ല, ഫംഗ്ഷൻ കോൾ ഒക്കെ ആകാം. അവിടെ എന്താണെങ്കിലും അത് നടത്തി അതിന്റെ കിട്ടുന്ന റിസൾട്ട് എന്താണോ അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വേരിയബിൾ കൊണ്ട് സ്റ്റോർ ചെയ്തു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? സി എന്ന് പറയുന്ന സി എവിടുന്ന് കിട്ടി? സി യൂസറോട് പറഞ്ഞായിരുന്നു സിയിലേക്ക് ഡാറ്റ എൻറ്റർ ചെയ്യാൻ. അങ്ങനെ upgrading the making this another making. എല്ലാവരും കയറാൻ പറ്റിയോ? തിരിച്ചു കയറാൻ പറ്റിയോ? അതിന്റെ സമയം കഴിഞ്ഞു. 3:30 ആയപ്പോ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, രണ്ടുപേർക്ക് കയറാൻ പറ്റിയില്ല. ഓ, അല്ല വെയിറ്റിംഗ് ആണോ? കാണാൻ പറ്റുന്നുണ്ടോ? ഹുഷി കാണാൻ പറ്റുന്നുണ്ടോ? ഇതില്ല. ആ, ഓക്കെ. അപ്പൊ നമ്മള് ഇത് ചെറിയൊരു പ്രോഗ്രാമാണ്. അപ്പൊ 4-5 ലൈനല്ലേ ഉള്ളൂ അപ്പം എക്സ്പ്ലനേഷൻ. അപ്പം ഓക്കെ, നമുക്ക് ബാക്കിയുള്ളവർക്കൂടെ കിട്ടുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ ചെയ്യാം. ഇത് തന്നെ ചെയ്യാനും ഉണ്ട്. ഓക്കെ, ഇതൊന്ന് എഴുതിയെടുത്തിട്ട് ഓക്കെ അറിയൂ അടുത്ത ക്ലാസ്സിന് മുമ്പ് ഇതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഔട്ട്പുട്ടൊക്കെ എഴുതിയെടുക്കും. അടുത്ത ക്ലാസ്സിൽ ഇതില് ചില മിസ്റ്റേക്കുകൾ ഉണ്ട്. അതായത് ലോജിക്കൽ ചില മിസ്റ്റേക്കുകൾ ഉണ്ട്. നമുക്ക് പല തരത്തിൽ ഇത് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രോഗ്രാം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിൽ എന്തൊക്കെ നമ്മൾ ചെയ്തു? നമ്മൾ ആദ്യം ഒരു പ്രോബ്ലം ഡിഫൈൻ ചെയ്തു, അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് കണ്ടുപിടിച്ചു, പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഒക്കെ സെറ്റ് ചെയ്തു, ഡിസൈൻ ചെയ്തു, അൽഗോരിതം എന്താണെന്നുള്ള എഴുതി, ദെൻ കോഡ് ചെയ്തു, കമ്പൈൽ ചെയ്തു, ടെസ്റ്റ് ചെയ്തു. കിട്ടുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി അതിനകത്ത് ഡീബഗ് ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് കാണിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ക്യാൻ വി സ്റ്റോപ്പ് ചെയ്യാൻ? നിർത്താം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കണ്ടു എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഇതിന് സെഷന് മുമ്പ് രാവിലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ കിട്ടാതെ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയാണ് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗം ഏതാണ്, അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ?